ഹലോ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോൾഡിംഗ് സാൻഡിൻ്റെ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡ് മോൾഡിങ്ങുമാണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ്. We will discuss the properties one by one. The first property is refractoriness. Refractoriness is defined as the ability of molding sand to withstand high temperatures without breaking down or fusing, thus facilitating to get a sound casting. It is a highly important characteristic of molding sands. Refractoriness എന്ന് പറഞ്ഞാൽ വളരെ വലിയ ടെമ്പറേച്ചേഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള, അത് ബെയർ ചെയ്യാനുള്ള, അത് താങ്ങാനുള്ള, അത് അതിജീവിക്കാനുള്ള ഒരു കഴിവിനെയാണ് റിഫ്രാക്റ്റർനെസ് എന്ന് പറയുന്നത്. റിഫ്രാക്റ്റർനെസ് ക്യാൻ ഓൺലി ബി ഇൻക്രീസ്ഡ് ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ മാത്രമേ നമുക്ക് റിഫ്രാക്റ്റർനെസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മോൾഡിംഗ് സാൻഡ് വിത്ത് poor refractoriness may burn onto the casting surface and no smooth casting surface can be obtained. വളരെ മോശമായിട്ടുള്ള പുവർ റിഫ്രാക്റ്റർനെസ് അല്ലെങ്കിൽ ലോ റിഫ്രാക്റ്റർനെസ് ഉള്ള സാൻഡ് ആണെങ്കിൽ നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ ആ സാൻഡ് മോൾഡിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? ആ മോൾട്ടൺ മെറ്റലിൻ്റെ ടെമ്പറേച്ചർ കാരണം ഈ സാൻഡ് ഉരുകിപ്പോകും. അപ്പോൾ ഈ ഉരുകി ആ കാസ്റ്റിങ്ങിനോട് ഇത് ഒട്ടിപ്പിടിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു ഗുഡ് ഫിനിഷുള്ള, ഒരു സർഫസ് ഫിനിഷുള്ള, ഒരു സ്മൂത്തായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് നമുക്ക് ലഭിക്കുന്നില്ല. വളരെ റഫായിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മോൾഡിംഗ് സാൻഡിന് വളരെയധികം അത്യാവശ്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏത്? റിഫ്രാക്റ്റർനെസ് എന്ന് പറയുന്നത്. The degree of refractoriness depends on the SiO2, that is quartz or silicon dioxide, and the shape and grain size of the particle. ഇപ്പോൾ റിഫ്രാക്റ്റർനെസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? അതിനകത്തുള്ള നമ്മുടെ മോൾഡിംഗ് സാൻഡിലുള്ള ക്വാർട്സിൻ്റെ കണ്ടൻറ്റിനെ, സിലിക്കൺ ഡയോക്സൈഡിൻ്റെ കണ്ടൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ദ ഷേപ്പ് ആൻഡ് ഗ്രെയിൻ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ. ആ നമ്മുടെ സാൻഡ് പാർട്ടിക്കിളിൻ്റെ അതിൻ്റെ ഷേപ്പിനെയും അതിൻ്റെ സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. The higher the SiO2 content and the rougher the grain volumetric composition, the higher is the refractoriness of the molding sand and core sand. അതായത് SiO2ൻ്റെ, സിലിക്കൺ ഡയോക്സൈഡിൻ്റെ അല്ലെങ്കിൽ ക്വാർട്സിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് എന്ത് കൂടുന്നു? നമ്മുടെ റിഫ്രാക്റ്റർനെസ് കൂടുന്നു. ആൻഡ് ആൾസോ സൈസ് കൂടിയ ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? റിഫ്രാക്റ്റർനെസ് കൂടും. ആ ടോട്ടൽ വോളിയത്തിൽ, ആ ടോട്ടൽ വോളിമെട്രിക് കോമ്പോസിഷനിൽ സൈസ് കൂടിയ ഗ്രെയിൻസ് ഉണ്ടെങ്കിലും എന്ത് കൂടുന്നു? റിഫ്രാക്റ്റർനെസ് കൂടുന്നു. റിഫ്രാക്റ്റർനെസ് ഈസ് മെഷേർഡ് ബൈ ദ സിൻഡർ പോയിൻറ്റ് ഓഫ് ദ സാൻഡ് റാദർ ദാൻ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. സാൻഡിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് വെച്ചിട്ടല്ല നമ്മൾ റിഫ്രാക്റ്റർനെസ് മെഷർ ചെയ്യുന്നത്, അതിൻ്റെ സിൻഡർ പോയിൻ്റാണ്. സിൻഡർ പോയിൻറ്റ് മീൻസ് ഈ സാൻഡ് പാർട്ടിക്കിൾസ് കാസ്റ്റിങ്ങിനോട് സ്റ്റിക്കാവുന്ന, അതുമായിട്ട് ഒട്ടിച്ചേരുന്ന, അല്ലെങ്കിൽ സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിൽ സ്റ്റിക്ക് ചെയ്യുന്ന, തമ്മിൽ ഒട്ടുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ സിൻഡർ പോയിൻ്റ് എന്ന് പറയുന്നത്. മെൽറ്റിംഗ് പോയിൻ്റ് മീൻസ് അത് ഉരുകുന്ന ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ റിഫ്രാക്റ്റർനെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിൻഡർ പോയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് പെർമിയബിലിറ്റി. ഇറ്റ് ഈസ് ആൾസോ ടേംഡ് ആസ് പോറോസിറ്റി of the molding sand in order to allow the escape of any air, gases or moisture present or generated in the mold when the molten metal is poured into it. അതായത് ഒരു മോൾട്ടൺ മെറ്റൽ നമ്മൾ മൗൾഡിലേക്ക് ഒഴിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഗ്യാസസോ അല്ലെങ്കിൽ അതിനകത്ത് നേരത്തെ അടങ്ങിയിരുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് ഈ ചൂട് കാരണം വാട്ടർ വേപ്പറായി കൺവേർട്ടായി പുറത്ത് പോകണം. പുറത്ത് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ കാസ്റ്റിങ്ങിന് ഡിഫക്റ്റ് ഉണ്ടാകും. സോ അത് ആ ഗ്യാസസിനെ അല്ലെങ്കിൽ ആ വാട്ടർ വേപ്പറിനെ എന്ത് ചെയ്യുക? അതിനെ പുറത്തോട്ട് കടത്തിവിടാനുള്ള, പെർമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് പെർമിയബിലിറ്റി അല്ലെങ്കിൽ പോറോസിറ്റി എന്ന് പറയുന്നത്. All these gases generated during pouring and solidification process must escape, otherwise the casting becomes defective. ഈ മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ഗ്യാസസ് എല്ലാം എന്ത് ചെയ്യണം? അത് പുറത്തോട്ട് എസ്കേപ്പായി പോകണം. നമ്മുടെ ഈ മൗൾഡിൽ നിന്ന് പുറത്തോട്ട് എസ്കേപ്പായി പോകണം. അല്ലെങ്കിൽ അത് നമ്മുടെ കാസ്റ്റിങ്ങിന് എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിക്കാൻ കാരണമാവുന്നതാണ്.
Permeability is a function of grain size, grain shape and moisture and clay contents in the molding set. അതായത് പെർമിയബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സാൻഡിൻ്റെ ഗ്രെയിൻ സൈസിനെ, അതിൻ്റെ ഗ്രെയിൻ ഷേപ്പിനെ, പിന്നെ നമ്മൾ ആഡ് ചെയ്ത മോയ്സ്ചർ, ആഡ് ചെയ്ത വാട്ടർ കണ്ടൻറ്റിനെ, പിന്നെ അതിനകത്തുള്ള ക്ലേ കണ്ടൻസിനെ ഒക്കെയാണ് പെർമിയബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് റാമിംഗ് ഓഫ് ദ സാൻഡ് directly affects the permeability of the mold. Permeability of mold can be further increased by venting using vent rods. അതായത് നമ്മുടെ ഈ മോൾഡിങ് സാൻഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ റാം ചെയ്യില്ല, കറക്റ്റ് ഷേപ്പിൽ ആ മോൾഡിങ് ഫ്ലാസ്കിൽ വെച്ചിട്ട് നമ്മൾ റാം ചെയ്യും. അപ്പോൾ ആ റാമിങ് നമ്മുടെ പെർമിയബിലിറ്റിയെ അഫക്റ്റ് ചെയ്യാം. ഒരു എക്സ്ട്രാ ഓവർ റാമിങ് ആണെങ്കിൽ അതിൻ്റെ പെർമിയബിലിറ്റി കുറയുന്നതാണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെൻസ് ഉണ്ടാക്കാം, വെൻറ്റിങ് ചെയ്യാം. ബൈ വെൻറ്റ് റോഡ് ഉപയോഗിച്ച് വെൻറ്റിങ് വഴി നമുക്ക് വെൻസ് ഉണ്ടാക്കി ഇതിൻ്റെ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. സോ ആ വെൻസ് വഴി എന്ത് സംഭവിക്കുന്നു? ഈ ഗ്യാസസൊക്കെ പുറത്തോട്ട് എസ്കേപ്പ് ആവുന്നതാണ്. അടുത്ത പ്രോപ്പർട്ടി, തേർഡ് പ്രോപ്പർട്ടിയാണ് കോഹസീവ്നെസ്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മോൾഡിംഗ് സാൻഡ് ബൈ വിർച്യൂ which the sand grain particles interact and attract each other within the molding sand. അതായത് കൊഹസീവ്നെസ് എന്ന് വെച്ചാൽ ഒരേ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ കൊഹസീവ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ പ്രോപ്പർട്ടി ഒരു മോൾഡിംഗ് സാൻഡിനുണ്ടാകും. അതായത് മോൾഡിംഗ് സാൻഡിലുള്ള സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കണം. This property plays a vital role in retaining intricate shapes of the mold. ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷേപ്പ്, അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പിൽ നമ്മളിത് മോൾഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും, ആ മോൾഡ് ക്യാവിറ്റിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്സ് വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ആ സാൻഡ് പാർട്ടിക്കിൾസ് അവിടെ ഫിക്സ് ആയിട്ട് അത് തമ്മിൽ അട്രാക്റ്റ് ചെയ്ത് ആ ഒരു ഷേപ്പ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. Insufficient strength may lead to a collapse in the mold particles during handling, turning over or closing. Clay and other binders improves the cohesiveness. അതായത് അതിനാവശ്യമുള്ള സ്ട്രെങ്ത് ഇല്ലെങ്കിൽ, ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആണ് ഉള്ളതെങ്കിൽ എന്ത് സംഭവിക്കാൻ? ഈ മോൾഡ് കൊളാപ്സ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മളിത് തിരിക്കുകയോ മറിക്കുകയോ അതേപോലെ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ കൊഹസീവ് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ, കൊഹസീവ്നെസ് കുറവാണെങ്കിൽ ഈ മോൾഡ് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊഹസീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ക്ലേയോ അതുപോലെയുള്ള മറ്റ് ബൈൻഡേഴ്സോ യൂസ് ചെയ്താൽ നമുക്ക് ഈ കൊഹസീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് അദസീവ്നെസ്. അദസീവ്നെസ് എന്താണ്? ഡിസിമിലർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് അദസീവ് ഫോഴ്സ് അല്ലെങ്കിൽ അദസീവ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മോൾഡിംഗ് സാൻഡ് ടു ഗെറ്റ് സ്റ്റിക്ക് ഓർ അഡ്ഹിയർ വിത്ത് ഫോറിൻ മെറ്റീരിയൽ സച്ച് എസ് സ്റ്റിക്കിംഗ് ഓഫ് മോൾഡിംഗ് സാൻഡ് വിത്ത് ഇന്നർ വാൾ ഓഫ് മോൾഡിംഗ് ബോക്സ്. അതായത് ഡിസിമിലർ ആയിട്ടുള്ള നമ്മുടെ മോൾഡിംഗ് സാൻഡ് മോൾഡിംഗ് ബോക്സുമായിട്ടുള്ള ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് തമ്മിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? അദസീവ്നെസ് എന്ന് പറയുന്നത്. അദസീവ്നെസ് ഓഫ് സാൻഡ് എനേബിൾസ് പ്രോപ്പർ ലിഫ്റ്റിംഗ് ഓഫ് കോപ്പ് അലോങ് വിത്ത് ദ സാൻഡ്. അപ്പോൾ ഈ അദസീവ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മോൾഡിംഗ് സാൻഡ് നമ്മുടെ ഈ മോൾഡിംഗ് ബോക്സിനോട് ചേർന്നിരിക്കുകയുള്ളൂ, സ്റ്റിക്ക് ചെയ്തിരിക്കുകയുള്ളൂ. നമ്മൾ റാം ചെയ്ത് വെച്ചതിന് ശേഷം അവ തമ്മിൽ ഒരു സ്റ്റിക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ഇരിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ലിഫ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു അദസീവ് ഫോഴ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? പ്രോപ്പറായിട്ടുള്ള അദസീവ്നെസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഈ മോൾഡിംഗ് ബോക്സിൽ നിന്ന് ഈ മോൾഡിംഗ് സാൻഡ് ഡിറ്റാച്ചായി പോകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഗ്രീൻ സ്ട്രെങ്ത് ഓർ ഹാൻഡ്ലിംഗ് സ്ട്രെങ്ത്. The green sand, after water has been mixed into it, must have sufficient strength and toughness to permit the making and handling of the mold. അതായത് നമ്മൾ ഗ്രീൻ സാൻഡ് ഉപയോഗിച്ച് മോൾഡിങ് ചെയ്യുമ്പോഴത്തേക്കും അതിനുണ്ടാവേണ്ട സ്ട്രെങ്തിനെയാണ്, അതിനുണ്ടാവേണ്ട ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ ഗ്രീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഈ മോൾഡിംഗ് സാൻഡ് ഉപയോഗിച്ച്, ഗ്രീൻ സാൻഡ് ഉപയോഗിച്ച് മോൾഡിംഗ് ചെയ്യാനും അതിനെ ഹാൻഡിൽ ചെയ്യാനും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സ്ട്രെങ്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ആ ഗ്രീൻ
സാൻഡ് ആ ഒരു മോയ്സ്ചർ സ്റ്റേറ്റിലിരിക്കുമ്പോൾ അതുപയോഗിച്ച് നല്ല ഒരു മോൾഡ് ഉണ്ടാക്കാനുള്ളൊരു എബിലിറ്റി, ഒരു മോൾഡ് ഫോർ മേക്കിംഗ് എ മോൾഡ് വിത്ത് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ആൻഡ് ടഫ്നെസ്, നല്ല സ്ട്രെങ്തും ടഫ്നെസ്സും ഉള്ള ഒരു മോൾഡ് ഉണ്ടാക്കാൻ ഉള്ള ആ ഒരു എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഡ്രൈ സ്ട്രെങ്ത്. As soon as the molten metal is poured into the mold, the moisture in the sand layer adjacent to the hot metal gets evaporated, and this dry sand layer must have sufficient strength to keep its shape in order to avoid erosion of mold wall during the flow of metal. അതായത് നമ്മൾ ഒരു ഗ്രീൻ സാൻഡ് മോൾഡിലോട്ട് ഒരു മോൾട്ടൺ മെറ്റൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഈ മോൾട്ടൺ മെറ്റൽ എത്തുമ്പോഴത്തേക്കും ഈ മൗൾഡ് ക്യാവിറ്റിയിൽ അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സാൻഡ് ലെയേഴ്സൊക്കെ എന്ത് സംഭവിക്കും, അതിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ എവാപ്പറേറ്റ് ആയിപ്പോയി ആ തൊട്ടടുത്ത ഏരിയയിലുള്ള സാൻഡൊക്കെ ഒരു ഡ്രൈ സ്റ്റേറ്റിലോട്ട് പോകും. അതായത് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ എവാപ്പറേറ്റ് ആയിപ്പോയി അത് ഇപ്പോൾ ഉണങ്ങിയാണ് ഇരിക്കുന്നത്, ഒരു ഡ്രൈ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ആ ഡ്രൈ സ്റ്റേറ്റിൽ അതിന് എന്ത് വേണം, ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത്, അതിന് നല്ല സ്ട്രെങ്ത് വേണം. എന്തിനു വേണ്ടിയിട്ട്, ഈ മോൾട്ടൺ മെറ്റൽ ഇതിലോട്ട് ഒഴുകി വരുമ്പോഴത്തേക്കും ആ മോൾട്ടൺ മെറ്റൽ കാരണം ഈ മൗൾഡ് ക്യാവിറ്റി തകരാതിരിക്കാനും അതേ ഷേപ്പ് നിലനിർത്താനും ഉള്ള ഒരു സ്ട്രെങ്ത് വേണം. ആ സ്ട്രെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രൈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ഒരു ഡ്രൈ സ്റ്റേറ്റിലും ആ ക്യാവിറ്റി അതേപോലെ കീപ്പ് ചെയ്യാനുള്ള ആ അതേ ഷേപ്പ് കീപ്പ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് ഡ്രൈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. The dry strength also prevents the enlargement of mold cavity caused by the metallostatic pressure of the liquid metal. അപ്പോൾ ഈ ഡ്രൈ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അതേ ഷേപ്പ് നിലനിർത്താനും കഴിയുന്നു. അതേപോലെ തന്നെ ആ ഡ്രൈ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മോൾഡ് ക്യാവിറ്റി എൻലാർജ് അതിരിക്കാനും വലുതാവാണ്ടിരിക്കാനും സഹായിക്കുന്നു. അതായത് ഈ മെറ്റൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ചൂട് കാരണവും അതിൻ്റെ പ്രഷർ കാരണവും പിന്നെ അതിൻ്റെ വെയിറ്റ് കാരണമുള്ള പ്രഷർ, മെറ്റലോസ്റ്റാറ്റിക് പ്രഷർ കാരണവും ഈ ക്യാവിറ്റി വലുതാവാതിരിക്കാൻ എന്ത് സഹായിക്കുന്നു, ഡ്രൈ സ്ട്രെങ്ത് സഹായിക്കുന്നു. അപ്പോൾ ഡ്രൈ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ആ ക്യാവിറ്റി എൻലാർജ്മെൻറ്റിനെ നമുക്ക് തടയാൻ സാധിക്കുള്ളൂ, ആ ക്യാവിറ്റി വലുതാവാതെ അതേ ഷേപ്പിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു എബിലിറ്റിയാണ് ഡ്രൈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. The next property is hot strength. After the moisture has evaporated, the sand may be required to possess strength at some elevated temperature above 100 degrees Celsius. Metallostatic pressure of the liquid metal bearing against the mold walls may cause mold enlargement, or if the metal is still flowing, erosion, cracks or breakage may occur unless the sand possesses adequate hot strength. ഹോട്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈ സ്ട്രെങ്ത് തന്നെയാണ്. അതായത് കുറച്ചുകൂടി എലിവേറ്റഡ് ടെമ്പറേച്ചേഴ്സിൽ, കുറച്ചുകൂടി ഹയർ ടെമ്പറേച്ചേഴ്സിൽ ഈ മോൾഡ് ക്യാവിറ്റി അതേ ഷേപ്പിൽ നിലനിർത്താനും അതിൽ ഡിഫക്റ്റ് ഒന്നും സംഭവിക്കാതെ കാത്ത് രക്ഷിക്കാനും ഉള്ള ആ ഒരു എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഹോട്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ നമ്മൾ ഗ്രീൻ സ്ട്രെങ്ത് പഠിച്ചു, ഡ്രൈ സ്ട്രെങ്ത് പഠിച്ചു, ഹോട്ട് സ്ട്രെങ്ത് പഠിച്ചു. അതായത് ഗ്രീൻ സ്ട്രെങ്ത് ആദ്യമേ ആ ഒരു ഗ്രീൻ ഫോമിലിരിക്കുമ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റിലിരിക്കുമ്പം, ഡ്രൈ സ്ട്രെങ്ത് എന്ന് പറയുമ്പം ജസ്റ്റ് ആ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോൾ അത് ആ മോയ്സ്ചർ കണ്ടൻറ്റ് എവാപ്പറേറ്റ് ആയി പോകുമ്പോൾ ഉള്ള സ്ട്രെങ്ത്തും, ഹോട്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത് ഒഴിച്ച് കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ടെമ്പറേച്ചർ വീണ്ടും കൂടുകയാണ്. അപ്പം ഈ മോൾഡിങ് സാൻഡ് കുറച്ചുകൂടെ ഹീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഹയർ ടെമ്പറേച്ചറിൽ ആ മോൾഡിനെ അതേ കണക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ്, ഒരു സ്ട്രെങ്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹോട്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് flowability. Flowability is the ability of molding sand to free flow and fill the recesses and the fine details in the pattern. ഒരു ഒഴുകാനുള്ള, ഫ്ലോ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലോബിലിറ്റി എന്ന് പറയുന്നത്. സോ ഒരു മോൾഡിങ് സാൻഡിന് ഒരു ഫ്ലോബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാറ്റേണിൻ്റെ, നമ്മൾ അതിനകത്ത് വയ്ക്കുന്ന പാറ്റേണിൻ്റെ ആ ചെറിയ ഏരിയാസിൽ പോയി
പോലും എത്തി ആ ഒരു ഷേപ്പ് കൈവരിക്കാൻ മോൾഡിങ് സാൻഡിന് സാധിക്കുകയുള്ളൂ. അതായത് ഫ്ലോബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പാറ്റേണിൻ്റെ അതേ ഒരു ഡീറ്റെയിലിംഗ് നമ്മളുടെ ഈ മോൾഡ് ക്യാവിറ്റിയിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മളിത് റാം ചെയ്യുമ്പം പാറ്റേൺ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വളരെ ചെറിയ ചെറിയ സ്പേസസ് ഉണ്ടെങ്കിൽ, കോംപ്ലക്സ് ആയിട്ടുള്ള സ്പേസസ് ഉണ്ടെങ്കിൽ ആ ഷേപ്പിൽ പോലും പോയി ഇരുന്ന് അവിടെ ഫിക്സ് ആയിട്ടിരുന്ന് ആ ഒരു ഷേപ്പ് കൈവരിക്കാൻ നമ്മുടെ മോൾഡിങ് സാൻഡിന് സാധിക്കുകയുള്ളൂ. ആ ഒരു എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ഫ്ലോബിലിറ്റി എന്ന് പറയുന്നത്. ദ സാൻഡ് മസ്റ്റ് ബി ഏബിൾ ടു ട്രാൻസ്മിറ്റ് ദ ബ്ലോസ് ത്രൂ ഔട്ട് ഡ്യൂറിങ് റാം. അതായത് നമ്മളിങ്ങനെ റാം ചെയ്യുമ്പോൾ ഓരോ പാർട്ടുകളും അതിനടുത്തുള്ള പാർട്ടിക്കിൾസിലോട്ട് ഈ ഒരു റാമിങ്ങിൻ്റെ ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യണം. ആ ഒരു എബിലിറ്റിയെ നമ്മൾ ഫ്ലോബിലിറ്റി എന്ന് പറയുന്നു. ഇറ്റ് വേരീസ് വിത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് വേരി ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫ്ലോബിലിറ്റിയും ചേഞ്ച് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് പ്ലാസ്റ്റിസിറ്റി. ഇറ്റ് റിഫേഴ്സ് ദ കണ്ടീഷൻ ഓഫ് അക്വയറിംഗ് പ്രീഡിറ്റർമൈൻഡ് ഷേപ്പ് അണ്ടർ പ്രഷർ ആൻഡ് ടു റീറ്റെയിൻ ഇറ്റ് വെൻ ദ പ്രഷർ ഈസ് റിമൂവ്ഡ്. അതായത് നമ്മൾ ഒരു മോൾഡിങ് സാൻഡിൽ നമ്മൾ റാം പാറ്റേൺ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മോൾഡിങ് സാൻഡൊക്കെ ഫില്ല് ചെയ്ത് തന്നെ റാം ചെയ്യുന്നു. അപ്പം ഈ പാറ്റേണിൻ്റെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ നമുക്ക് വേണം. എന്തായാലും മാത്രമേ നമുക്കൊരു എക്സാക്റ്റ് കാസ്റ്റിങ് നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ടും ഇതിൻ്റെ ഓരോ ചെറിയ സ്പേസിലോട്ടും ഇതിനെ ഒഴുകിയെത്താനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഫ്ലോബിലിറ്റി എന്ന് കഴിഞ്ഞ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞു. ആ ഓരോ ചെറിയ ഷേപ്പിലും ആ ചെറിയ സ്പേസസിലും പോയി അവിടെ എത്തി അവിടെ ഇരുന്ന് അവിടെ ഫിക്സായിട്ടിരിക്കാനുള്ള ആ ഒരു ഷേപ്പ് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. നമ്മൾ ഈ പാറ്റേൺ തിരിച്ച് റിമൂവ് ചെയ്യുമ്പോൾ പോലും ആ ഒരു ഷേപ്പിൽ തന്നെ നിലനിൽക്കാനുള്ള ഒരു എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ഹാവ് എ ഗുഡ് ഇംപ്രഷൻ ഓഫ് ദ പാറ്റേൺ ഇൻ ദ മോൾഡിങ് സാൻഡ് മസ്റ്റ് ഹാവ് ഗുഡ് പ്ലാസ്റ്റിസിറ്റി. നല്ല പ്ലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പാറ്റേണിൻ്റെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ നമ്മുടെ മോൾഡിങ് സാൻഡിൽ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇംപ്രഷൻ നമ്മുടെ മോൾഡിങ് സാൻഡിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. Generally, fine-grained sand has better plasticity. Depends on the content of clay which absorbs moisture when sand is dampened. സാധാരണ ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള, അതായത് ചെറിയ ഗ്രെയിൻ സൈസുള്ള സാൻഡാണ് കൂടുതൽ പ്ലാസ്റ്റിസിറ്റി കാണിക്കാറുള്ളത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലേ വിച്ച് അബ്സോർബ്സ് മോയ്സ്ചർ വെൻ സാൻഡ് ഈസ് ഡാമ്പൻഡ്. അത് നമ്മൾ ക്ലേ കണ്ടൻറ്റിനെയും എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Next property is collapsibility. After the molten metal in the mold gets solidified, the sand mold must be collapsible so that free contraction of the metal occurs, and this would naturally avoid the tearing or cracking of the contracting metal. അതായത് ഈ മോൾട്ടൺ മെറ്റൽ അത് സോളിഡിഫൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, കോൺട്രാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ മോൾട്ടൺ മെറ്റൽ അത് കോൺട്രാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഷ്രിങ്ക് ആകാനുള്ളൊരു സാധ്യതയുണ്ട്, ചുരുകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോഴത്തേക്കും ഈ സാൻഡ് പാർട്ടിക്കിൾസ് അവയെ പിടിച്ച് വയ്ക്കാതെ, മോൾട്ടൺ മെറ്റലിൻ്റെ പാർട്ടിക്കിൾസിനെ പിടിച്ച് വയ്ക്കാതെ അവയുടെ കൂടെ അത് ഷ്രിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള സാൻഡ് പാർട്ടിക്കിൾസിൽ നിന്ന് സെപ്പറേറ്റായി അവയുടെ കൂടെ പോയാൽ മാത്രമേ ഈ കാസ്റ്റിങ്ങിൽ ഒരു ഡിഫക്റ്റ് ഒന്നും സംഭവിക്കാതിരിക്കും. അതല്ലാതെ കൊളാപ്സിബിലിറ്റി, അത് തകരാനുള്ള കഴിവ്, കൊളാപ്സ് ആവാനുള്ള കഴിവ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ മോൾട്ടൺ മെറ്റലിനെ ഈ സാൻഡ് പാർട്ടിക്കിൾസ് പിടിച്ചു നിർത്തുന്നു. അപ്പോഴത്തേക്കും ആ ഒരു ഷ്രിങ്ക് ചെയ്യാൻ അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ അവിടെ ക്രാക്സ് വരാനും ഡിഫക്ട്സ് ഉണ്ടാവാനുമുള്ള സാധ്യത ഉണ്ടാകുന്നു. ലാസ്റ്റ് 3 പ്രോപ്പർട്ടീസ് ആണ് കെമിക്കൽ റെസിസ്റ്റിവിറ്റി, കോയിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. കെമിക്കൽ റെസിസ്റ്റിവിറ്റി. Molding sand should not chemically react or combine with molten metal so that it can be used again and again. അതായത് ഈ മോൾഡിങ് സാൻഡ് അതിന് കെമിക്കൽ റെസിസ്റ്റിവിറ്റി ഉണ്ടാവണം. കെമിക്കൽ റിയാക്ഷൻസിനെ അതിനെ റെസിസ്റ്റ് ചെയ്യണം, അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ മോൾട്ടൺ മെറ്റലുമായിട്ട് സാൻഡ് റിയാക്റ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. റിയാക്റ്റ് ചെയ്താൽ അത് ആ സാൻഡ് വീണ്ടും യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സോ ഇറ്റ് ഷുഡ് നോട്ട് റിയാക്ട് ഓർ കമ്പൈൻ വിത്ത് ദ മോൾട്ടൺ മെറ്റൽ.
അടുത്ത പ്രോപ്പർട്ടിയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ. മോൾഡിംഗ് സാൻഡ് ഷുഡ് പോസസ് ലോ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ. മോൾഡിംഗ് സാൻഡിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ മോൾട്ടൺ മെറ്റൽ അതിലോട്ട് പോർ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. സോ അതിൻ്റെ മോൾഡിംഗ് സാൻഡിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. ഡ്യൂറബിലിറ്റി. The molding sand should possess the capacity to withstand repeated cycles of heating and cooling during casting operations. അതായത് നമ്മൾ ഈ മോൾഡിംഗ് സാൻഡ് ഒരുപാട് സൈക്കിൾ, അതായത് നമ്മൾ വീണ്ടും വീണ്ടും ഇതിനെ യൂസ് ചെയ്യും, ഒരുപാട് തവണ റീയൂസ് ചെയ്യും. അപ്പം ഈ റിപ്പീറ്റഡായിട്ട് ഹീറ്റ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, അങ്ങനെ ഈ ഓപ്പറേഷൻസിനെ അതിനെ താങ്ങാനുള്ളൊരു സ്ട്രെങ്ത് അതിനുണ്ടായിരിക്കണം. അതിനെയാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് ഡ്യൂറേഷൻ അത് അതേ സ്ട്രെങ്തോടു കൂടി കീപ്പ് ചെയ്ത് പോകാനുള്ള എബിലിറ്റിയാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. മോൾഡിംഗ് സാൻഡ് ഷുഡ് ബി റീയൂസബിൾ, അതായത് വീണ്ടും ഒരുപാട് തവണ അതിനെ യൂസ് ചെയ്യാൻ സാധിക്കണം. മറ്റൊരു പ്രോപ്പർട്ടി കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ബെഞ്ച് ലൈഫ് എന്നൊരു പ്രോപ്പർട്ടി കൂടി പറയാം. ബെഞ്ച് ലൈഫ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ മോൾഡിംഗ് സാൻഡ് ടു റീറ്റെയിൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഡ്യൂറിങ് സ്റ്റോറേജ് ഓർ വൈൽ സ്റ്റാൻഡ്. ദാറ്റ് മീൻസ് ഇൻ ദ കേസസ് ഓഫ് ഡിലേ. ബെഞ്ച് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മോൾഡിംഗ് സാൻഡ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ, ഇത് സ്റ്റോർ ചെയ്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അതേ പ്രോപ്പർട്ടീസ്, ആ മോൾഡിംഗ് സാൻഡിൻ്റെ പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്യാനുള്ള, അത് അതേപോലെ കീപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ബെഞ്ച് ലൈഫ് എന്ന് പറയുന്നത്. സോ ഗൈസ്, വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് സാൻഡ് മോൾഡ്സ്. സാൻഡ് മോൾഡ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. മെയിൻലി 4 ടൈപ്പ് സാൻഡ് മോൾഡ്സ് ആണുള്ളത്. ഗ്രീൻ സാൻഡ് മോൾഡ്, ഡ്രൈ സാൻഡ് മോൾഡ്, നോ ബേക്ക് സാൻഡ് മോൾഡ് ആൻഡ് skin dried molds. Green sand mold. The word green signifies that the molding sand is in the moist state at the time of metal pouring. Green sand എന്ന് പറയുന്നത് നമ്മൾ മെറ്റൽ പോർ ചെയ്യുന്ന ടൈമിൽ ഗ്രീൻ സാൻഡ് മോയിസ്റ്റ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. The main ingredients of green sand are silica sand, clay and മോയ്സ്ചർ. മെയിൻ ഇൻഗ്രീഡിയൻസ് സിലിക്ക സാൻഡും ക്ലേയും വാട്ടറുമാണ്. അഡിറ്റീവ്സ് മേ ബി ആഡഡ് ഇൻ സ്മോൾ എമൗണ്ട്സ് ടു ഒബ്റ്റെയിൻ ഡിസൈഡ് പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡ് ഓർ കാസ്റ്റിംഗ്. നമ്മുടെ മോൾഡിൻ്റെ ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റിങ്ങിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണോ, അതിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണോ എന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഗ്രീൻ സാൻഡിൻ്റെ പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മോൾഡും ഗുഡ് ക്വാളിറ്റിയിൽ കിട്ടും. അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന കാസ്റ്റിങ്ങും ഗുഡ് ക്വാളിറ്റി ഉള്ളതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡിറ്റീവ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഗ്രീൻ സാൻഡ് മോൾഡിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിഫേർഡ് ഫോർ സിമ്പിൾ, സ്മോൾ ആൻഡ് മീഡിയം സൈസ് കാസ്റ്റിങ്സ്. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയതും അല്ലെങ്കിൽ മീഡിയം സൈസുള്ള കാസ്റ്റിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. ദേ ആർ സ്യൂട്ടബിൾ ഫോർ മാസ് പ്രൊഡക്ഷന് വളരെ സ്യൂട്ടബിളായിട്ടുള്ളൊരു മെത്തേഡാണ് എന്ത്, ഗ്രീൻ സാൻഡ് മോൾഡിംഗ് എന്ന് പറയുന്നത്. ലീസ്റ്റ് എക്സ്പെൻസീവ്, വളരെ ചിലവ് കുറഞ്ഞതാണ്. സാൻഡ് ക്യാൻ ബി റീയൂസ്ഡ് മെനി ടൈംസ് ആഫ്റ്റർ റീകണ്ടീഷനിങ് വിത്ത് ക്ലേ ആൻഡ് മോയ്സ്ചർ. അപ്പോൾ നമ്മൾ ഈ ഒരിക്കൽ യൂസ് ചെയ്ത സാൻഡ് നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് തവണ യൂസ് ചെയ്യാം. എങ്ങനെ? അത് നമുക്ക് ക്ലേയും മോയ്സ്ചറും മാത്രം ഉപയോഗിച്ച് അതിനെ റീകണ്ടീഷൻ ചെയ്ത് അതിനെ ഒരുപാട് തവണ റീയൂസ് ചെയ്യാവുന്നതാണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ സാൻഡ് മോൾഡിംഗ്. മോൾഡ്സ് ഓർ കോഴ്സ് prepared by this process lack in permeability, strength and stability. അപ്പോൾ നമ്മൾ ഗ്രീൻ സാൻഡ് വെച്ചുണ്ടാക്കുന്ന സാൻഡ് മൗൾഡ്സിനോ അല്ലെങ്കിൽ കോഴ്സിനോ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവയ്ക്ക് പെർമിയബിലിറ്റി കുറവായിരിക്കും. അതേപോലെ സ്ട്രെങ്തും സ്റ്റെബിലിറ്റിയും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബാക്കിയുള്ള മോൾഡിങ് മെത്തേഡ്സിനെ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്ട്രെങ്തും പെർമിയബിലിറ്റിയും സ്റ്റെബിലിറ്റിയും കുറവായിരിക്കും. They give rise to many defects like porosity, blowholes, etc. because of low permeability and a lot of steam formation due to their moisture content. ഇപ്പോൾ ഈ ക്ലേ ഉള്ളത് കൊണ്ടും അതിൻ്റെ പെർമിയബിലിറ്റി കുറവായിരിക്കും.
സോ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഒരുപാട് നമ്മുടെ കാസ്റ്റിങ്ങിന് ഒരുപാട് ഡിഫക്ട്സ് സംഭവിക്കുന്നു. ലൈക്ക് പോറോസിറ്റി, ബ്ലോ ഹോൾസ് എക്സെട്ര. കാസ്റ്റിങ്ങിൻ്റെ ഡിഫക്ട്സിനെ പറ്റി നമ്മൾ വരുന്ന സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പം പോറോസിറ്റി, ബ്ലോ ഹോൾസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡിഫക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഗ്രീൻ സാൻഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. കാരണം അവയ്ക്ക് പെർമിയബിലിറ്റി വളരെ കുറവാണ്. അതുമല്ല, മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, ഒരു വാട്ടർ കണ്ടൻറ്റ് അത് ഇവാപ്പറേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാസ്റ്റിങ്സിൽ ഒക്കെ അത് കാസ്റ്റിങ്സിൽ പോറസ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അതിനകത്ത് ഹോൾസ് വീഴാനുള്ള സാധ്യതയുണ്ട്. മോൾഡ്സ് ഓഫ് കോഴ്സ് കനോട്ട് ബി സ്റ്റോർഡ് ഫോർ അപ്രീഷ്യബിൾ ലെങ്ത് ഓഫ് ടൈം. നമുക്കിത് ഒരുപാട് സമയം ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഗ്രീൻ സാൻഡിന് അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളത് ഒരുപാട് നേരം വെച്ചേക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ആ ഒരു ഗ്രീൻ സ്ട്രെങ്തിനുള്ള, ആ ഗ്രീൻ സാൻഡിനുള്ള ഒരു സ്ട്രെങ്ത് അതിന് നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്കിത് ഒരുപാട് സമയം ഇതിനെ കീപ്പ് ചെയ്യാൻ സാധിക്കില്ല. സർഫസ് ഫിനിഷ് ആൻഡ് ഡയമെൻഷണൽ ആക്യുറസി ഓഫ് കാസ്റ്റിങ്സ് പ്രൊഡ്യൂസ്ഡ് ആർ നോട്ട് സാറ്റിസ്ഫാക്ടറി. അപ്പോൾ ഇത് വെച്ചുണ്ടാക്കുന്ന മോൾഡിൽ അല്ലെങ്കിൽ ഇതിൽ ഉണ്ടാക്കുന്ന കാസ്റ്റിങ്സിൽ സർഫസ് ഫിനിഷും ഡയമെൻഷണൽ ആക്യുറസി, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയമെൻഷൻ അതിന് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുമുണ്ട്. ഡിഫിക്കൽട്ട് ടു കാസ്റ്റ് തിൻ ആൻഡ് ഇൻട്രിക്കേറ്റ് ഷേപ്സ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ തിന്നായിട്ടുള്ള ചെറിയ ചെറിയ ഷേപ്സുകൾ, ചെറിയ ചെറിയ സ്പേസസ് ഒക്കെ നമുക്ക് ഇത് വെച്ചുണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, വളരെ ഡിഫിക്കൽട്ടാണ്. മോൾഡ് എറോഷൻ വിച്ച് ഈസ് കോമൺ ഇൻ ഗ്രീൻ സാൻഡ് മോൾഡ്സ് ഈസ് അനദർ ഡിസഡ്വാൻറ്റേജ്. മോൾഡ് എറോഷൻ സംഭവിക്കാറുണ്ട്. അതുപോലെ നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കുന്ന കാവിറ്റി അത് തകർന്ന് അത് ഇറോഡ് ചെയ്യാനുള്ള, അത് ഒഴുകാനുള്ളൊരു സാധ്യത ഉണ്ട്. സോ അവർ നെക്സ്റ്റ് category or next type of sand mould is dry sand mould. The word dry signifies that the mould is dry or free from moisture at the time of metal pouring. ഇതിന് ഡ്രൈ സാൻഡ് മൗൾഡ് എന്ന പേര് വരാൻ കാരണം ഇതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. അതായത് ഇത് ഡ്രൈ ആണ്, ഈ സാൻഡ് വളരെ ഡ്രൈ ആണ്. അതുകൊണ്ടാണ് ഇതിന് ഡ്രൈ സാൻഡ് മോൾഡ് എന്ന് പറയുന്നത്. The absence of moisture makes dry sand molds to overcome most of the disadvantages of green sand molds. അപ്പം ഇതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കുറവായതിനാൽ, അല്ലെങ്കിൽ തീരെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. സോ മോയ്സ്ചർ കണ്ടൻറ്റ് കുറവായതിനാൽ ഗ്രീൻ സാൻഡ് മോൾഡിൻ്റെ പല ഡിസഡ്വാൻറ്റേജസും ഈ ഡ്രൈ സാൻഡ് മോൾഡിന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു. എ ഡ്രൈ സാൻഡ് മോൾഡ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ സെയിം മാനർ ആസ് ദാറ്റ് ഓഫ് ഗ്രീൻ സാൻഡ് മോൾഡ്, that is by mixing silica sand, clay and water. നമ്മൾ ഡ്രൈ സാൻഡ് മോൾഡ് ഉണ്ടാക്കുന്നത് ഗ്രീൻ സാൻഡ് മോൾഡ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സിലിക്ക സാൻഡും ക്ലേയും വാട്ടറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഡ്രൈ സാൻഡ് മോൾഡും ഉണ്ടാക്കുന്നത്. ബട്ട് ദ entire mold is dried or baked in ovens to remove the moisture present in them. നമ്മൾ ഗ്രീൻ സാൻഡ് മോൾഡ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിന് ശേഷം നമ്മളതിനെ ഡ്രൈ ചെയ്യും, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്നു. അവൻസിൽ വെച്ചിട്ട് നമ്മളതിനെ ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബേക്കിംഗ് ഹാർഡൻസ് ദ ബൈൻഡർ ദെയർ ബൈ ഇൻക്രീസിങ് ദ സ്ട്രെങ്ത് ഓഫ് മോൾഡ്സ് ഓർ കോഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈൻഡേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബൈൻഡേഴ്സ് ഹാർഡനായി, നല്ല കട്ടിയായി, കൂടുതൽ സ്റ്റെബിലിറ്റിയും സ്ട്രെങ്തും ഈ ഡ്രൈ സാൻഡ് മോൾഡിന് നൽകുന്നു. ദ ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ബേക്കിംഗ് റേഞ്ചസ് ഫ്രം 100 to 250 degrees Celsius and from a few minutes to hours respectively, depending upon the type of metal being poured and size of the casting. അതായത് നമ്മൾ ഈ ഡ്രൈ സാൻഡ് മോൾഡിൽ ഉണ്ടാക്കുന്ന കാസ്റ്റിങ്ങിൻ്റെ അതിന് ഉപയോഗിക്കുന്ന മെറ്റലും അതേപോലെ തന്നെ ആ കാസ്റ്റിങ്ങിൻ്റെ സൈസും അനുസരിച്ച് ഇതിൻ്റെ ബേക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത്, ബേക്കിംഗ് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 100 മുതൽ 250 ഡിഗ്രി സെൽഷ്യസും ആകാം. അതേപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് ബേക്ക് ചെയ്യാം, ചിലപ്പോൾ അവേഴ്സും എടുക്കും, ഒരുപാട് മണിക്കൂറുകളും എടുക്കും. സോ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. അതിൻ്റെ സൈസിനെയും അത് യൂസ് ചെയ്യുന്ന മെറ്റലിനെയും അനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചും ടൈം റേഞ്ചും മാറുന്നു.
Let's look into some advantages of dry sand molds. Strength and stability of molds is high when compared to green sand molds. Green sand മോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡ്രൈ സാൻഡ് മോൾഡിൻ്റെ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും കൂടുതലാണ്. ബേക്കിംഗ് റിമൂവ്സ് മോയ്സ്ചർ ആൻഡ് ഹെൻസ് ഡിഫക്ട്സ് റിലേറ്റഡ് ടു മോയ്സ്ചർ ആർ എലിമിനേറ്റഡ്. നമ്മളിത് ബേക്ക് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മോയ്സ്ചർ കാരണം ഉണ്ടാവുന്ന ഡിഫക്ട്സ് ഒക്കെ നമുക്ക് ഈ ഡ്രൈ സാൻഡ് മോൾഡിൽ ഇല്ല, അതൊക്കെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ആ മോയ്സ്ചർ കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ് ഒന്നും ഈ ഡ്രൈ സാൻഡ് മോൾഡിൽ സംഭവിക്കുകയില്ല. ബെറ്റർ സർഫസ് ഫിനിഷ് ആൻഡ് ഡയമെൻഷണൽ ടോളറൻസ് ഓഫ് കാസ്റ്റിങ്സ്. അപ്പം ഡ്രൈ സാൻഡ് മോൾഡ് വഴി ഉണ്ടാക്കുന്ന കാസ്റ്റിങ്സിന് നല്ല സർഫസ് ഫിനിഷ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നല്ല ഡയമെൻഷണൽ ടോളറൻസ് ഡയമെൻഷണൽ ആക്യുറസി ഉണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന അതേ ഡയമെൻഷനിൽ തന്നെ നമുക്ക് കാസ്റ്റിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഗ്രീൻ സാൻഡ് മോൾഡിനെക്കാട്ടിയും അഡ്വാൻറ്റേജസ് ഇതിനുണ്ടെങ്കിലും ഇതിൻ്റേതായ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇറ്റ് കൺസ്യൂംസ് മോർ ടൈം, ലേബർ ആൻഡ് കോസ്റ്റ് ഡ്യൂ ടു ബേക്കിംഗ് പ്രോസസ്, ഹെൻസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മാസ് പ്രൊഡക്ഷൻ. സോ നമ്മളിത് ബേക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് ഒരുപാട് സമയവും പൈസയും അതേപോലെ തന്നെ ലേബർ കോസ്റ്റും ലേബേഴ്സും വളരെ ആവശ്യമായിട്ട് വരും. അതായത് ഇതിന് ഒരു ഡ്രൈ സാൻഡ് മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈ സാൻഡ് മോൾഡ് ഉപയോഗിച്ച് ഒരു കാസ്റ്റിംഗ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം അതേപോലെ തന്നെ ലേബർ അതുപോലെ ഇത് രണ്ടിൻ്റെയും കൂടെ കോസ്റ്റും നമുക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് ഒരു മാസ് പ്രൊഡക്ഷന് ഇത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇത് സ്യൂട്ടബിൾ അല്ല മാസ് പ്രൊഡക്ഷന്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ആൻഡ് ഹെവി സൈസ് കാസ്റ്റിങ്സ് ആസ് ദേ ആർ ഡിഫിക്കൾട്ട് ടു ബേക്ക്. വലിയ നല്ല ഭാരമുള്ള ഒരുപാട് വളരെ ഹെവിയർ ആയിട്ടുള്ള കാസ്റ്റിങ്സൊക്കെ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലാർജ് സൈസിലുള്ള കാസ്റ്റിങ്സൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ബേക്ക് ചെയ്യാനുള്ള ഒരു വലിയ അവൻസ് നമുക്ക് വേണം. സോ അതും വളരെ ബുദ്ധിമുട്ടാണ്. ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ബേക്ക് അവൻസ്. സോ ഇതിനകത്ത് ഗ്രീൻ സാൻഡ് മോൾഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്, അവൻസും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ക്യാപിറ്റൽ കോസ്റ്റും അതിൻ്റെ ഒരു ചിലവ് കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അണ്ടർ ബേക്ഡ് ഓർ ഓവർ ബേക്ഡ് മൗൾഡ്സ് ഓർ കോഴ്സ് ഈസ് അനദർ ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിലത് അണ്ടർ ബേക്ഡ് ആയി പോകും, ചിലത് ഓവർ ബേക്ഡ് ആയി പോകും. ചിലത് നമ്മൾ ഒരു ആക്യുറേറ്റ് ബേക്കിംഗ് കിട്ടണമെന്നില്ല, ചിലത് അതിനെക്കാട്ടിയും കുറഞ്ഞു പോകാം, ചിലത് ഒരുപാട് കൂടിപ്പോവാം ബേക്കിംഗ്. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജും ഇതിനുണ്ട്. The next type is no-bake sand molds. A no-bake or self-setting sand mold is one that does not require baking. Baking ആവശ്യമില്ലാത്ത സാൻഡ് മോൾഡിനെയാണ് നമ്മൾ no-bake sand molds എന്ന് പറയുന്നത്. The main ingredients of a no-bake sand molds are silica sand, binder and hardener. So ഒരു no-bake sand മോൾഡിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സിലിക്ക സാൻഡ്, ബൈൻഡർ ആൻഡ് ഹാർഡനർ. അത് നമ്മൾ മറ്റേതിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും എക്സ്ട്രാ അഡിറ്റീവ്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ബൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹാർഡനേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ദ ബോണ്ടിങ് സ്ട്രെങ്ത് ഡെവലപ്ഡ് ഇൻ മൗൾഡ്സ് ഓർ കോഴ്സ് ഈസ് ബൈ മീൻസ് ഓഫ് എ സെൽഫ് സെറ്റിംഗ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ബൈൻഡർ ആൻഡ് ദ ഹാർഡനർ. സോ ഈ ഒരു നോബേക്ക് സാൻഡ് മോൾഡ് അതിൻ്റെ ഒരു സ്ട്രെങ്ത്, അതിൻ്റെ ഒരു ബോണ്ടിങ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ബൈൻഡറിൻ്റെയും ഹാർഡനറിൻ്റെയും കൂടെ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴിയാണ്. ഇവ രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടാണ് ഇതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രെങ്ത് നൽകുന്നത്. ഇൻ സം കേസസ് എ കാറ്റലിസ്റ്റ് ഓർ ആൻ ആക്സിലറേറ്റർ ഈസ് ആഡഡ് ടു സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ. ചില കേസുകളിൽ നമ്മളൊരു കാറ്റലിസ്റ്റോ ഒരു ആക്സിലറേറ്ററോ, അതായത് ഈ കെമിക്കൽ റിയാക്ഷന് ഒന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് no-bake sand molds. They have higher strength, about 50 to 100 times that of green sand molds. ഗ്രീൻ സാൻഡ് മോൾഡിനെ അപേക്ഷിച്ച് 50 മുതൽ 100 ഇരട്ടി സ്ട്രെങ്ത് വരെ ഇതിനുണ്ട്. പാറ്റേൺസ് ക്യാൻ ബി സ്ട്രൈപ്ഡ് within a few minutes after ramming, which is not possible in both green and dry sand molds. അപ്പോൾ നമുക്ക് റാമിങ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പാറ്റേൺ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഗ്രീൻ സാൻഡ് മോൾഡിലും ഡ്രൈ സാൻഡ് മോൾഡിലും നമുക്ക് ഒരുപാട് നേരം റാം ചെയ്ത് അത് ഉറച്ചതിന് ശേഷം മാത്രമേ
നമുക്ക് പാറ്റേൺ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് നമ്മൾ ഈ ബൈൻഡേഴ്സും ഹാർഡ്നേഴ്സും യൂസ് ചെയ്യുന്നതിനാൽ പെട്ടെന്ന് തന്നെ സാൻഡ് നല്ല സ്റ്റേബിളായി ഫിക്സ് ആയിട്ടിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, പാറ്റേൺസ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മോൾഡ്സ് ഓർ കോഴ്സ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ ലോങ്ങർ പീരിയഡ്സ്. ഒരുപാട് സമയം നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഗ്രീൻ സാൻഡ് മോൾഡ്സൊക്കെ നമുക്ക് ഒരുപാട് സമയം സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഹൈലി സിംപ്ലിഫൈഡ് മോൾഡിങ് ഹെൻസ് റെഡ്യൂസ്ഡ് നീഡ് ഫോർ സ്കിൽഡ് ലേബേഴ്സ്. വളരെ സിംപ്ലിഫൈഡ് മോൾഡിംഗ് ആണ്. സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനും കഴിയും. അതേപോലെ തന്നെ നല്ല ആക്യുറസിയും നല്ല ഈ ബൈൻഡേഴ്സും ഹാർഡ്നേഴ്സും യൂസ് ചെയ്യുന്നതിനാൽ പെട്ടെന്ന് തന്നെ ഇത് ബൈൻഡാം. സോ നമുക്ക് ആ ഡയമെൻഷണൽ ആക്യുറസി ലഭിക്കും. ചെറിയ ചെറിയ ഷേപ്സൊക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടൊരു സ്കിൽഡ് ലേബറിൻ്റെ ആവശ്യം ഇതിന് ഇല്ല. Better dimensional accuracy and stability, improved casting quality with increased freedom from defects. സോ നമ്മൾ ഉണ്ടാക്കുന്ന കാസ്റ്റിങ്സിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും, സർഫസ് ഫിനിഷ് ഉണ്ടാകും. സോ ഡിഫക്ട്സ് വളരെ കുറവായിരിക്കും. സർഫസ് ഫിനിഷ് ഈസ് എക്സലൻറ്റ്. ഇൻ മെനി കേസസ് കാസ്റ്റിങ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ആസ് കാസ്റ്റ് കണ്ടീഷൻ വിത്തൗട്ട് മെഷീനിങ്. വളരെ നല്ല സർഫസ് ഫിനിഷാണ് നമുക്ക് ഇതുവഴി ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില കേസുകളിൽ ഒരു വേറെ മെഷീനിങ് പ്രോസസ്സൊന്നും ഇല്ലാതെ, വേറെ സർഫസ് ഫിനിഷിങ് പ്രോസസ്സൊന്നും കൂടാതെ തന്നെ കാസ്റ്റിങ്സ് അതേപടി തന്നെ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അത്ര വളരെ കൂടിയ നിലവാരത്തിലുള്ള ഒരു സർഫസ് ഫിനിഷാണ് നമുക്ക് ഇതുവഴി ലഭിക്കുന്നത്. സോ ഡിസഡ്വാൻറ്റേജസ് ഓഫ് നോ ബേക്ക് സാൻഡ് മോൾഡ്സ്. യൂസ് ഓഫ് റെസിൻസ് ആൻഡ് കാറ്റലിസ്റ്റ് കോസ് ലോഡ് ഓഫ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ബോത്ത് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഫൗണ്ടറീസ്. അപ്പോൾ ഈ റെസിൻസും കാറ്റലിസ്റ്റും പോലുള്ള കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം ഒരുപാട് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. റെസിൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ എക്സ്പെൻസീവ്. അത് വളരെ വില കൂടിയതാണ്. സോ അതിൻ്റെ ഒരു കോസ്റ്റും കൂടെ നമ്മുടെ ഈ നോ ബേക്ക് സാൻഡ് മോൾഡിങ്ങിന് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് അൺസേഫ് ടു ഹ്യൂമൻ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത് വളരെ അൺസേഫാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻസൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നു. ഡ്യൂ ടു ഹൈ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് ഓഫ് മോൾഡ്സ് ഓർ കോഴ്സ്, സാൻഡ് റീയൂസ് ഈസ് എ സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട് പ്രോസസ്സ്. ഈ മോൾഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ നോ ബേക്ക് സാൻഡ് മോൾഡിങ് വഴി ഉണ്ടാക്കുന്ന മോൾഡിൻ്റെയോ കോഴ്സിൻ്റെയോ അത് വളരെ കട്ടിയുള്ളതാണ്, വളരെ സ്ട്രെങ്ത് ഉള്ളതാണ്. അതുകൊണ്ട് നമുക്കത് വീണ്ടും റീയൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. വീണ്ടും റീയൂസ് ചെയ്യണമെങ്കിൽ തന്നെ അത് പൊട്ടിച്ചെടുത്ത് വീണ്ടും റീയൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണത്. ദ നെക്സ്റ്റ് ടൈപ്പ് ഈസ് സ്കിൻ ഡ്രൈഡ് മോൾഡ്സ്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ സ്കിൻ ഒന്ന് ഡ്രൈ ചെയ്യുന്നു. അങ്ങനെയുള്ള മോൾഡ്സിനെയാണ് സ്കിൻ ഡ്രൈഡ് മോൾഡ്സ് എന്ന് പറയുന്നത്. സ്കിന്നെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടോപ്പ് ലെയർ, അതിൻ്റെ ടോപ്പിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം, കുറച്ച് ഡെപ്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒന്ന് ഡ്രൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ സ്കിൻ ഡ്രൈഡ് മോൾഡ്സ് എന്ന് പറയുന്നത്. Sands used for making skin-dried molds contain certain binders like linseed oil which harden when heated. നമ്മൾ സ്കിൻ ഡ്രൈഡ് മോൾഡ്സിൽ യൂസ് ചെയ്യുന്ന ബൈൻഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൂടുതലും ലിൻസീഡ് ഓയിലും അതേപോലെ ഉള്ള ചില ബൈൻഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഹാർഡൻ ആവും, അത് കട്ടി പിടിക്കുന്നു. ദ മോൾഡ് ഈസ് മെയ്ഡ് വിത്ത് ദ മോൾഡിംഗ് സാൻഡ് ഇൻ ദ ഗ്രീൻ കണ്ടീഷൻ and then the skin of the mold cavity is dried with the help of gas torches or radiant heating lamps. നമ്മൾ സാധാരണ ഗ്രീൻ സാൻഡ് മോൾഡ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതും. പക്ഷേ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ മോൾഡ് ക്യാവിറ്റിയുടെ സ്കിന്നും അതിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കുറച്ച് ഡെപ്തിൽ, വളരെ ചെറിയൊരു ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഹീറ്റ് ചെയ്യുന്നു. റേഡിയേറ്റിംഗ് ലാംപ്സ് വഴിയായിരിക്കാം, ഹീറ്റിംഗ് ലാംപ്സ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വെൽഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസ് ടോർച്ചസ് ഇല്ലേ, അതേപോലെയുള്ള ഗ്യാസ് ടോർച്ചസ് വഴി നമുക്കതിനെ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അൺലൈക്ക് ഡ്രൈ മോൾഡ്, എ സ്കിൻ ഡ്രൈഡ് മോൾഡ് ഈസ് ഡ്രൈഡ് ഓൺലി അപ് ടു എ ഡെപ്ത് വേരിയിങ് ഫ്രം 6 mm to 25 mm. നമ്മളെ ഡ്രൈ സാൻഡ് മോൾഡിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, അത് ഒരു അവനിൽ കയറ്റി വെച്ചിട്ടായിരുന്നു നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നത്. ആകുമ്പോഴത്തേക്കും ആ ഒരു ഫുള്ളി അത് ഹീറ്റാവുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് നമ്മൾ വളരെ കുറച്ച് ഡെപ്തിൽ മാത്രം, ഏകദേശം 6 മുതൽ 25 mm വരെ ഡെപ്തിൽ മാത്രമാണ് നമ്മളിതിനെ ഹീറ്റ് ചെയ്യുന്നത്. എ സ്കിൻ ഡ്രൈഡ് മോൾഡ് possesses
strength and other characteristics in between green and dry sand mould. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ, ഇത് ഗ്രീൻ സാൻഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതും ഗ്രീൻ കണ്ടീഷനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതും. പക്ഷേ അതിനുശേഷം അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രൈ ചെയ്തു. സോ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തിന് ബേസ് ചെയ്തിരിക്കും? കുറച്ച് ഭാഗം ഗ്രീനുമാണ്, കുറച്ച് ഭാഗം ഡ്രൈ ആണ്. സോ ഇതിന് ഉള്ള സ്ട്രെങ്തും അതിൻ്റെ അതർ പ്രോപ്പർട്ടീസും ഒരു ഗ്രീൻ സാൻഡ് മോൾഡിനും ഒരു ഡ്രൈ സാൻഡ് മോൾഡിനും ഇടയ്ക്ക് ഉള്ള പ്രോപ്പർട്ടീസാണ് ഇതിനുണ്ടാവുന്നത്. If a skin dried mold is not poured immediately after drying, moisture from green backing sand may penetrate the dried skin and make it ineffective. So ഇത് നമ്മൾ അതിൻ്റെ സ്കിൻ ഡ്രൈ ചെയ്തതിന് ശേഷം, അതിൻ്റെ ടോപ്പ് ലെയേഴ്സ് നമ്മൾ ഡ്രൈ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ മോൾട്ടൺ മെറ്റൽ ഇതിലേക്ക് പോർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ താഴെയുള്ള മോയ്സ്ചർ കണ്ടൻറ്റ്, അതിൻ്റെ ബാക്കിംഗ് സാൻഡിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് കൂടി മുകളിലോട്ട് പെനിട്രേറ്റായി ആ നമ്മൾ ഡ്രൈ ചെയ്ത ഭാഗം വീണ്ടും അതിനെ മോയ്സ്റ്റ് ആക്കാനുള്ളൊരു സാധ്യതയുണ്ട്, വീണ്ടും അതിനെ വെറ്റാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സോ അപ്പോൾ നമ്മൾ ആ സ്കിൻ ഡ്രൈ ചെയ്തത് കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ലാണ്ടാവുകയാണ്. സോ നമ്മൾ ഇതിനെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി the molten metal should be poured, otherwise it will become ineffective.